കിഫ്ബി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞത് ഉത്തരവാദിത്തമായ രാഷ്ട്രീയം കൂടിയാണ്. അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് നിൽക്കുന്നത്. നിങ്ങൾ സിയാൻഡേജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളത് ഫ്യൂൽ ചെയ്ത് കൊടുത്തു. കൊടുത്തിട്ട് ഇതെങ്ങനെ നിർത്തുക? മോൻ ചത്താലും വേണ്ടില്ല, മരുമയുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല, കാരണം വെന്റിലേറ്ററിലാണ്. എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞത്. സർ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. 2025 കേരള സംസ്ഥാന ബജറ്റിന് ശേഷമുള്ള ബജറ്റ് സമ്മേളനത്തിൽ ആദ്യത്തെ അടിയന്തര പ്രമേയം കിഫ്ബി ആയിരുന്നു. കിഫ്ബിക്ക് ഡ്രിപ്പ് കൊടുക്കണമെന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ പറഞ്ഞത്, അങ്കമാലി MLA. അദ്ദേഹം പറഞ്ഞ കാര്യം അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവർത്തിച്ചു, ഡ്രിപ്പ് കൊടുക്കണമെന്ന്. എന്നാൽ ഡ്രിപ്പ് കൊടുക്കേണ്ടത് ആർക്കാണെന്നും മാത്രമല്ല കോൺഗ്രസ്സുകാർ ഡ്രിപ്പ് ആർക്കാണ് കൊടുത്തതെന്നും സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വിശദീകരിക്കുന്നുണ്ട്. ഡൽഹിയിലെ അനുഭവം കൂടി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ പല ആരോപണങ്ങൾക്കും KN ബാലഗോപാൽ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. സർ, ഈ കിഫ്ബിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതിനകത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടൊരു മെമ്പർ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഒരാളെ എടുത്ത് പറയുന്നില്ല. സർ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുത്ത വർഷം അവസാനം വരുമ്പോഴേക്കും, ഇപ്പം തന്നെ ഇടയ്ക്ക് റോഡുണ്ട്, അടുത്ത വർഷം അവസാനത്തേക്ക് നാഷണൽ ഹൈവേ പുതുക്കി അതിൽ 6 വരി പാതയിൽ വരാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പണമാണ്. 6000 കോടി ഇതിൽ നിന്നാണ് കൊടുത്തത്. സർ, ഇപ്പോഴത്തെ മലയോര പാതയും തീരദേശ പാതയും സർ ഒരിക്കലും ചിന്തിച്ചിരുന്നോ? ഈ ഗവൺമെൻറ് കിഫ്ബിയുടെ പദ്ധതി അല്ലെങ്കിലും റീബിൽഡ് കേരളയിലുള്ളതാണ്. കുട്ടനാട്ടിലെ 700 കോടിയോളം വരുന്ന ചങ്ങനാശ്ശേരി ആലപ്പുഴ പാത, ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇതേ വേഗത്തിൽ നടക്കുമായിരുന്നു എന്നാണോ വിചാരിക്കുന്നത്? സർ, കിഫ്ബി പദ്ധതിയുടെ ഇപ്പോൾ ഇതാകെ അങ്ങ് തകർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സർ, കിഫ്ബി വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫ്ബിയുടെ നേരത്തെയുള്ള കാഴ്ചപ്പാടിലുള്ളതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ കിഫ്ബിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ അട്ടിമറിക്കപ്പെട്ടത്? സാർ, ഇതിനകത്ത് നേരത്തെ തന്നെയുള്ള വരുമാനദായക പദ്ധതിയുണ്ട്. 75,000-ലധികം കോടി രൂപയുടെ വർക്കുകൾ വരുമ്പോൾ ലാൻഡ് അക്വിസിഷൻ ചോദിച്ചു ബാക്കി കാര്യങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ കിഫ്ബി എടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ചർച്ച. അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇത് തകർന്നു പോകും. വാസ്തവത്തിൽ അന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് BJP പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ, രാവിലെ പറയുന്നത് പോലെ, നിയമസഭ എന്ന് പറയുന്നതൊക്കെ അന്നേ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതാണ്. അതേപോലെ ഇപ്പോൾ അതുപോലെ വന്നല്ലോ എന്ന തരത്തിലാണ് അങ്ങ് പറയുന്നത്. സാർ, ഈ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് ഈ ആനുറ്റി പദ്ധതി പോലെ ഒരു കാര്യമായിരുന്നല്ലോ ആലോചിച്ചത്. അതായത് പല റോഡുകൾ ഇപ്പോൾ ആനുറ്റി ഉണ്ട്, പിന്നീട് പണം കൊടുത്ത് അടയ്ക്കും. പക്ഷേ അതിന് മൊത്തം നമ്മുടെ കടത്തിനകത്ത് പെടുത്തുന്നതിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം വന്നത്. സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളുടെ ഒരു കണക്ക് വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട സാർ. സാർ, ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ പറയുന്നില്ല, മാന്ദ്യകാലത്താണ് നമ്മളിത് തുടങ്ങുന്നത്. സാർ, ബോറോയിങ്ങിൻ്റെ പരിധിക്കകത്ത്, നെറ്റ് ബോറോയിങ്ങിനകത്ത് 3% ഇന്ന് കടമെടുക്കാനുള്ള തീരുമാനം വന്നല്ലോ. സാർ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിഫ്ബിയും കൂടി ഇതിനകത്ത് പെടുത്തിയതിൻ്റെ ഭാഗമായി ഇതുവരെ 2016 മുതൽ ഇങ്ങോട്ട് 91,617 കോടി രൂപ സാധാരണഗതിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടമെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 91,617 കോടി രൂപ പോയി. സർ, 2022 സാമ്പത്തിക വർഷം, ഈ ഗവൺമെൻറ് വന്നതിൻ്റെ അടുത്ത വർഷം 15,895 കോടി രൂപയാണ് സാർ നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചത്. എത്ര വലിയ തുകയാണ് സാർ. സാർ, 2016 മുതൽ 2023 വരെ സംസ്ഥാനത്തിന് പലതരത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള കടത്തി കുറവെന്ന് ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ NHAIയുടെ ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി ഏതായാലും പ്രതിപക്ഷം പറഞ്ഞ ആ ന്യായമല്ല അംഗീകരിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു ഗ്രൗണ്ടുണ്ട്, ഈ ആർട്ടിക്കിൾ 293 ലംഘനമാണ്, NHAI പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങളനുസരിച്ചിട്ട് എടുക്കാവുന്നതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ വെട്ടിക്കുറച്ച ശരിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിശോധിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്ത്
അതിനു മുമ്പ് തന്നെ അത് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അങ്ങയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളിലും വന്നതിൻ്റെ കണക്കെൻ്റെ ഉണ്ട്. അതൊരു ഔചിത്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലുമുള്ള കണക്കുകൾ ഞാൻ എടുത്തു പറയാത്തത്. സാർ കിഫ്ബി മോഡലിൻ്റെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്ത ഈ സമീപനം പിന്നെ വളരെ തെറ്റാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തോളൂ. അങ്ങോട്ട് പറഞ്ഞല്ലോ ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകണം. ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല. ഡ്രിപ്പ് നൽകേണ്ട കാര്യമില്ല. ആ പദ്ധതികൾ എവിടെയാണ്? ഈ 35,000 കോടി രൂപയാണ്. ഞാൻ പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ 35,000 കോടി രൂപയിലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല. പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന MLA-മാർക്ക് അറിഞ്ഞൂടെ? ഞാനും ഒരു MLA എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട്. അതെല്ലാം കിട്ടാറുണ്ടോ? ആ സാങ്കേതിക അനുമതിയെല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും. ഇതിനകത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ റോഡുകളും ഏറ്റവും കൂടുതൽ റോഡുകളാണ്. അങ്ങ് പറഞ്ഞു ഇവിടെ പറഞ്ഞു പ്ലാനിൻ്റെ ഭാഗത്തു നിന്ന് ഇതെടുക്കുന്നതെന്ന്. പക്ഷേ പ്ലാനിനകത്തുണ്ടായിരുന്നപ്പോൾ സാധാരണ ഇത്രയും നിർമ്മാണം ഉണ്ടോ? കഴിഞ്ഞ 25 വർഷക്കാലത്തെ കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വന്നേക്കുന്ന ആ ഗ്രാജുവലായ ഇൻക്രീസ് ഇപ്പോഴും ക്യാപിറ്റൽ ഇൻക്രീസ് വന്നിട്ടില്ലേ? ആ ക്യാപിറ്റൽ ഇൻക്രീസിന് പുറത്താണ് 14,000 കോടി ക്യാപിറ്റൽ മൂലധന ചെലവുണ്ടെങ്കിൽ 25,000 കോടി കേരളത്തിൽ ചെലവാക്കുകയാണിപ്പോൾ. അത്രയധികം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞു വ്യവസായ വകുപ്പിന് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മറ്റു വകുപ്പുകൾക്കല്ലേ കാര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സാർ. അതുകൊണ്ട് പ്ലാൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞു, പക്ഷേ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത് എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ BJP-ക്കാണ്. ഡ്രിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് BJP-യെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം തന്നെ ഇവിടെ. നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞേ? ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ല ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞത് ഉത്തരവാദിത്തമായ രാഷ്ട്രീയം കൂടിയാണ്. ഉത്തരവാദിത്തമായ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് നിൽക്കുന്നത്. നിങ്ങൾ സിയാൻഡേജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളത് ഫ്യൂൽ ചെയ്ത് കൊടുത്തു. കൊടുത്തിട്ട് ഇതെങ്ങനെ നിർത്തുക? മോൻ ചത്താലും വേണ്ടില്ല, മരുമയുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞല്ലോ? അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു. ഇത് മലയാളത്തിലെ പ്രയോഗങ്ങളാണ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഭാഷാപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പോഴല്ല, എന്തായാലും അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്